ഗൈസ്, അന്നത്തെ ചെറിയ വീഡിയോയിൽ ബൈ പറഞ്ഞ് പോയ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വരികയാണ്. അപ്പോൾ കോഴിക്കോട് വരെ പോവാം. കുറേ ഇതിന് മുന്നേ കുറച്ച് സ്ഥലങ്ങൾ പോയി, പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചിരുന്നുണ്ട്. അപ്പോൾ ബസ്സിലാണ് പോണത്. ബാക്കി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കാണാം. നമുക്ക് 9:30ക്കാണ് ബസ് എത്ര മണിക്ക് വരും, എങ്ങനെ പോകുന്നുള്ളതൊക്കെ നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കാണാം. അപ്പോൾ കോഴിക്കോട് വരെ പോകുന്നുണ്ട്. അതിന് ചെറിയ 2-3 ഹോൾട്ട് ഉണ്ട്. അവിടെ വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. യാത്ര എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ല. അതൊരു ചെറിയ തട്ടിക്കൂടി വീഡിയോ ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ബൈ പറഞ്ഞ് പോകേണ്ടി വന്നു. പക്ഷേ ഇന്ന് നമ്മൾ ക്ലിയറായിട്ട് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞ് പോകാൻ പറ്റാത്തടത്തോളം നമ്മൾ കറക്റ്റ് വീഡിയോ എടുത്ത് പോകും ഗൈസ്. അപ്പോൾ ഇത് ഒരു ട്രിപ്പ് അടിപൊളിയാവണം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് എൻ്റെ ഒപ്പം നിങ്ങളും വരിക. നമുക്ക് ഡിജിറ്റലി ട്രാവൽ ചെയ്തിട്ട് വരാം. ഓക്കെ ഗൈസ്, ബാക്കി ബസ് സ്റ്റാൻഡിൽ പോയിട്ട് കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിത് ഇപ്പോൾ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മറ്റേ ബസ്സിൻ്റെ നമ്മളിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോ ഫ്ലോറിലൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്ടർ നമ്മൾ വിളിച്ച് പറയാനുള്ളവരുണ്ട്. അപ്പോൾ എന്നിപ്പോൾ കണ്ടക്ടർ വിളിച്ചിട്ട് പറഞ്ഞു 10 മിനിറ്റിനകത്ത് നമ്മുടെ ബസ് വരുന്നു പറഞ്ഞു. ഇവിടെ KSRTC കിടക്കണല്ലേ, ഒരു അമ്മ വീട്ടിൽ മക്കളെ പോലെ നിരന്ന് കിടക്കണല്ലേ. പക്ഷേ ഒരു ശരി ലേറ്റ് ആവാനാണ് പതിവ്. പക്ഷേ ഇന്ന് നമുക്ക് ഭാഗ്യമുണ്ട്. ബസ് ബിഫോർ ടൈമിലാണ് വന്നത്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എങ്ങനെയാണ് വരുന്നുള്ളത്. നമ്മുടെ സ്റ്റാൻഡിൽ രാവിലത്തെ തിരക്കുകളാണ്. എല്ലാവരും ഓഫീസിലേക്ക് കയറാനും വരാനായിട്ടുള്ള തിരക്കുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ഡിമാൻഡ് ചില ദിവസങ്ങളില്ല, കണ്ടും തിരക്കാണ് ഉണ്ടാവാറ്. ഇന്ന് ഡിമാൻഡ് കുറച്ച് കുറവായ പോലെ തോന്നി. നമ്മുടെ കോഴിക്കോട് ബസ് അപ്പോൾ ഏത് പ്ലാറ്റ്ഫോമിൽ വരുന്ന നമ്മളിവർ മുന്നേ അനൗൺസ് ചെയ്ത് പറയും കഴിച്ചു. അതിനനുസരിച്ച് നമുക്ക് കയറാമെന്ന് വിചാരിക്കുന്നു. ഞാൻ നടന്ന് ചെന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബസ്സിൻ്റെ അവിടേക്കാണ്. 13 പെന്നാലാണ് ഇപ്പോഴും വരാറ്. കാര്യങ്ങളുള്ളത് ഞാൻ നോക്കിയിട്ട് ബസ്സിൽ കയറുന്ന സമയത്ത് പറയാൻ കഴിച്ചു. എങ്ങനെയാണെന്ന് അറിയില്ല, തിരക്കനുസരിച്ച് കയറേണ്ടി വരും. ഭയങ്കര തിരക്കാണ് ഗൈസ്, ഒന്നും പറയില്ല. നമ്മുടെ ബസ് കറക്റ്റ് ഒരു 10 മിനിറ്റിൽ എക്സാക്ട് എത്തുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ല. അവർ പറയണത് കണക്കാണോന്ന് അറിയില്ല. നമ്മളിത് ഇവിടെ വെയിറ്റിംഗ് ആണ്. കയറി കഴിഞ്ഞാൽ നമ്മുടെ സീറ്റ് ഓൾറെഡി നമ്മൾ എടുത്തുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ബസ്സസ് സാധാരണ എക്സാക്ട്ലി പറഞ്ഞ സമയത്തിനേക്കാളും ഭയങ്കര കുറവാണ് യൂഷ്വൽ ട്രാഫിക്. ഇതിപ്പോൾ ഒരു ബസ് റിവേഴ്സ് എടുക്കണ കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഓരോന്ന് കണ്ട് അങ്ങനെ പോവാം. ഇവിടെ യൂഷ്വലി സ്റ്റാൻഡിൽ കാണാനേക്കാളും തിരക്ക് എക്സാക്ട് കുറച്ച് കുറവാണ്. പക്ഷേ ഇന്നത്തെ കാര്യം അനുസരിച്ച് എങ്ങനെയാണെന്ന് അറിയില്ല. ആൾക്കാരൊക്കെ ഇന്ന് ഓഫീസിൽ പോണവർ വളരെ കുറവായിട്ടാണ് കാണുന്നത്. ഇനി നമ്മൾക്ക് ബാക്കി ബസ്സിൽ കയറിയിട്ട് നോക്കാം. കണ്ടക്ടർ വിളിച്ച സ്ഥിതിക്ക് നമ്മുടെ റിസർവ്ഡ് സീറ്റ് ആയതുകൊണ്ട് സീറ്റ് കിട്ടുന്നുള്ളത് തന്നെയാണ്. സീറ്റ് ഉണ്ട് നമ്മുടെ, അതിന് മാറ്റമൊന്നുമില്ല. ഇനി കയറാനത്തെ തിരക്കാവണമെന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ബാക്കി നമുക്ക് കയറിയിട്ട് ഞാൻ വരാൻ കഴിച്ചു. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ 10 മിനിറ്റ് ബസ് നേരത്തെ വന്നു. ബസ് സ്റ്റാൻഡിൽ നിന്ന് കറക്റ്റ് സമയത്ത് തന്നെ എടുത്തു. നമ്മളിതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുന്നംകുളം സൈഡ് നോക്കിയാണ് പോകുന്നത്. ഇതുവരെ യൂഷ്വൽ ഡിലേസ് ഒന്നും ഇല്ല ഗൈസ്. നമ്മൾ നല്ല രീതിക്ക് തന്നെ ഓടിയെത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് ഒരുമിച്ച് തന്നെ കണ്ടറിയാം. കമോൺ ഗൈസ്. ഒരു ഓൾമോസ്റ്റ് 45 മിനിറ്റിൻ്റെ അടുത്ത് നമുക്ക് പിടിച്ചിട്ടുണ്ട് ഇവിടെ എത്താനായിട്ട്. അക്കിക്കാവ് ഇങ്ങനെ പോവാം. ബസ്സിന് തിരക്കൊന്നുമില്ല, ബസ് കാലിയാണ്. ആക്ച്വലി പറയുമ്പോൾ നമ്മളൊരു 15-20 പേരൊക്കെ തന്നെ ഉള്ളൂ ബസ്സിൽ. ജേണി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെയാണ്. പക്ഷേ ഇനി ഇവിടെ അങ്ങോട്ടുള്ള എന്താ പറയുക വളാഞ്ചേരി അവിടെയൊക്കെ ബ്ലോക്കിലാണ്ട് ഉണ്ടാവുമായിരുന്നു. ആക്ച്വലി ഇതൊന്നും ഭയങ്കര തിരക്കൊന്നും ബസ്സിൽ എന്താ കാരണം അറിയില്ല. ഫുൾ ബാക്കിൽ ജാം ബാക്കിലായിട്ട് പോകാനുള്ള ബസ് ഇങ്ങനെ തിരക്കുറഞ്ഞത് കൊണ്ട് ഒരിക്കലും തോന്നില്ല. തിരക്കുറവാണുള്ളത് കാരണം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ധൈര്യമായിട്ട് പറഞ്ഞത് ഇതുവരെ ബസ് കണ്ടിട്ടില്ല. ഇനി വരണ വഴിയിലാരെങ്കിലും കയറുമെന്നോ അറിയില്ല. ഇനിയിപ്പോൾ കുറ്റിപ്പുറത്താണ്ട് കുറച്ച് സ്ഥലങ്ങളുണ്ട് നമുക്ക് എത്താനായിട്ട്. അവിടെയൊക്കെ ആൾക്കാർ കയറിയാൽ നമുക്ക് ബസ് ഫുള്ളായിട്ട് പോകും. അപ്പോൾ നമുക്ക് സുഖമായിട്ട് ഇങ്ങനെ മാറിയിരിക്കാൻ അതിൻ്റെ എൻ്റെ സീറ്റിൽ ഇങ്ങനെ മാറി കളിച്ചുകൊണ്ടിരിക്കുക. ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ മാറിയിരുന്നെങ്കിൽ ഇങ്ങനെ നല്ല വീഡിയോ എടുത്ത് വരണം. അപ്പോൾ ചേർന്ന് നല്ല കംഫർട്ടാണ്. തിരക്കൊന്നും സുഖമാണ്. ബാക്കി പോകാൻ
അങ്ങനെ നമ്മൾ ഈ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് കുറ്റിപ്പുറമൊക്കെ കഴിഞ്ഞത് തിരിച്ചു വരുമ്പോഴാണ് ഗൈസ് ഈ വളാഞ്ചേരിക്ക് മുന്നേ ആയിട്ടുള്ള ഈ ഒരു അടിപൊളി ബ്രിഡ്ജ് നമ്മൾ കാണുക. ഭാരതപ്പുഴ ബ്രിഡ്ജ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രിഡ്ജാണ്. ഞാനിതിന് മുന്നേ 2-3 വട്ടം പോയിട്ടെങ്കിൽ അപ്പോഴൊന്നും വെള്ളം ഉണ്ടായിട്ടില്ല ഗൈസ്. പക്ഷേ ഈ വട്ടം പോയപ്പോൾ നിങ്ങളും കാണുന്നില്ലേ, ഒരു അരഭാഗത്തോളം നല്ല രീതിക്ക് വെള്ളമുണ്ട്. ഞാനെപ്പോഴും സ്ഥിരം കാണാറുള്ളത് ഇവിടെ ഒരു ചെറിയ സ്പേസ് വെള്ളത്തിൽ ആൾക്കാർ ഡൈവ് അടിക്കലും എൻജോയ് ചെയ്യലൊക്കെയാണ് ഗൈസ്. പക്ഷേ ഈ വട്ടം പ്രതീക്ഷിക്കാതെ പോലെ തന്നെ നല്ല വെള്ളമുണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് ഒരു ബ്രിഡ്ജ് ക്രോസിംഗ് കൂടിയാണ് ഇത് ഗൈസ്. പിന്നെ വീണ്ടും നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ദേ നമുക്ക് പെട്ടെന്ന് കാണായിരുന്നു ഒരു അടിപൊളി റോഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ പോലെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ. ഇതാണ് കോഴിക്കോട് ഹൈവേ ഗൈസ്. ഇപ്പം നമ്മൾ പോകുന്നത് വളരെ ചുറ്റിയിട്ടാണ്. ഇനി നമുക്ക് കുറച്ചുകൂടെ വേഗം അടിപൊളി സ്പീഡിലെത്താമെന്ന് വിചാരിക്കാം. ഇതിൻ്റെ പണി ഞാൻ എപ്പോൾ വരുമ്പോഴും ഇൻക്രീസ് ആയിട്ടേ കണ്ടുള്ളൂ. ഈ വട്ടം നല്ല ഇൻക്രീസ് ആയിട്ട് എനിക്ക് കാണാം. ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടില്ലേ, ഈ സൈഡിലൊക്കെ നല്ല 4 വരി 6 വരിയൊക്കെയാണ് വരുന്നത്. ഞാൻ മുന്നേ 3-4 വട്ടം പോയപ്പോഴും ഇതിൻ്റെ പണി ഇത്ര ഡെവലപ്പ് ആയിരുന്നില്ല. പക്ഷേ ഇവിടെ നല്ല ഡെവലപ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. സോ എത്ര വേഗം നമുക്കിത് വരുന്നതെന്ന് വിചാരിക്കുക. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ട്രെച്ച് ഏറ്റവും വേഗത്തിൽ എളുപ്പത്തിലും കവർ ചെയ്യാം ഗൈസ്. നല്ലൊരു സ്ട്രെച്ച് ആവും ഇത് തൃശ്ശൂർ ടു കോഴിക്കോട് വരുന്നത്. അങ്ങനെ നമ്മളൊരു നീണ്ട ബസ് യാത്ര കഴിഞ്ഞ് കോഴിക്കോട് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഓട്ടോ തപ്പി നിൽക്കുമ്പോഴാണ് സ്റ്റാൻഡിൽ നിന്ന് ഈ ഓട്ടോ ചേട്ടൻ്റെ ഓട്ടോ നമുക്ക് കിട്ടിയത്. ചേട്ടൻ ഭയങ്കര കമ്പനി ആയിരുന്നു ഗൈസ്, നമ്മുടെ വൈബായിരുന്നു. ചേട്ടൻ ബീച്ചിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എല്ലാം പറഞ്ഞു തന്നതും ചെയ്തു. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചേട്ടൻ കൂടുതൽ കൂടുതൽ കമ്പനിയായിരുന്നു. നമുക്ക് കോഴിക്കോടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഈവനിങ്ങിൽ എങ്ങനെയാണ് കാര്യങ്ങൾ, ഈവനിങ് ലൈഫ് എങ്ങനെയാണ്, നൈറ്റ് ലൈഫ് എങ്ങനെയാണ്, ഇവിടുത്തെ ട്രാഫിക് യൂഷ്വൽ റൂട്ട്സ് എങ്ങനെയാണ്, സ്ഥലങ്ങൾ അങ്ങനെയാണ് പറഞ്ഞ് നല്ല കമ്പനിയായി നമ്മളെ നല്ല രീതിക്ക് തന്നെ ചേട്ടൻ കമ്പനിയിൽ നിന്ന് നമ്മളെ ബീച്ചിൽ കൊണ്ടാക്കുകയും ചെയ്തു ഗൈസ്. തിരിച്ച് ചേട്ടൻ നമ്മളെ കൊണ്ടുവിടാമെന്നും പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഫോട്ടോ ചേട്ടൻ നമുക്ക് വേണ്ടി കിട്ടി. ഗൈസ്, ഒന്നും പറയണ്ട, ഇന്നത്തെ ദിവസം മൊത്തം കയ്യിൽ നിന്ന് പോയി. ഒന്നും വിചാരിച്ച പോലെ നടന്നില്ല. അതായത് ലാസ്റ്റ് നമ്മളൊരു ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് കോഴിക്കോട്. ഇവിടെ എത്താൻ തന്നെ ലേറ്റായി. ബസ്സൊക്കെ ആകെ ലേറ്റായി, വളഞ്ഞ് തിരിഞ്ഞ് ഉച്ചയ്ക്ക് വന്നിറങ്ങി. നമുക്ക് പോകേണ്ട സ്ഥലത്തുള്ള കുറച്ച് ലാഗൊക്കെ വന്ന് അങ്ങനെ കുറേ ലേറ്റായി ഗൈസ്. ഇപ്പോൾ നമ്മളിത് ബീച്ചിലേക്ക് വരികയാണ്. ഇനി നിങ്ങൾ കുറച്ച് ബീച്ച് കണ്ടിട്ട് വാ. ഭംഗിയല്ലേ നമ്മുടെ അവിടുത്തെ ബീച്ചും ഇങ്ങോട്ടൊക്കെ ഒരേപോലെ തന്നെ. പക്ഷെ ഭംഗി ആ സൈഡിലോട്ടൊക്കെ നോക്കുമ്പോൾ ഭയങ്കര രസമുണ്ട് കേട്ടോ. നല്ല ഉഷാറ് ഭംഗി. ബീച്ചിൻ്റെ അടുത്ത സൈഡ് കണ്ടില്ലേ, വൻ വൈബ് എന്ന് വെച്ചാൽ വൻ വൈബാണ്. ഇപ്പോൾ ഉദ്ദേശപ്പെടുന്നില്ല. കോഴിക്കോട് വേറെ എവിടെയും പോകാൻ പറ്റിയില്ല. മിഠായിത്തെരുവ് പോകണമെന്നുണ്ടായിരുന്നു ഗൈസ്, പക്ഷെ അത് നടന്നില്ല. അതിന് കാര്യമാണ് നമ്മളിത് ഇവിടെ വന്നിരിക്കണത്. അതത്ര ഉദ്ദേശ രീതിക്ക് നമുക്ക് കവർ ചെയ്തെത്താൻ പറ്റിയില്ല. നല്ല രസമുള്ള തന്നെയാണ്, നല്ല വൈബാണ്. ആൾക്കാരൊക്കെ കൂടിയിട്ട് ഒരു വീക്കെൻഡ് വൈബ് പോലെ ഉണ്ട് കാണാനായിട്ട് കോഴിക്കോട് ബീച്ച്. പൊളിയല്ലേ, ഒന്നും പറയേണ്ട കേസ്. അത് ദിവസം ഫുള്ള് പോക്കാം. നമ്മൾ ബസ് തലഞ്ഞ് തിരിഞ്ഞ് എല്ലാം കറങ്ങി തിരിഞ്ഞ് ആകെ മൊത്തം ഒരു കൊളാപ്സ് ആയില്ല. നമ്മൾ ഫൈനലി ഇവിടെ എത്തി. നിങ്ങൾ കണ്ട് കുറച്ച് ബീച്ചിൻ്റെ ക്ലിപ്സൊക്കെ ഞാൻ കാണിച്ചു തന്നില്ല. ഞാൻ ഇപ്പോഴാണ് ഒന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയത്. എൻ്റെ തിരക്കിലായിരുന്നു. വിചാരിച്ച കാര്യത്തിന് ഓടി ഓടി കുറേ നേരം അവിടെ തന്നെ പോയി. മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. മൊത്തത്തിൽ പ്രശ്നം വെച്ചാൽ മൊത്തത്തിൽ പ്രശ്നമുണ്ട്. നമ്മളിപ്പോൾ ഒന്ന് വീഡിയോ എടുത്ത് ഇപ്പോൾ കുറച്ച് നേരം ഇവിടെ ഒന്ന് കറങ്ങി തിരിച്ച് റിട്ടേൺ ബസ് പിടിച്ച് നമ്മൾ തിരിച്ചെടുത്ത് പോകും. പക്ഷെ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ പോകണ്ടാവുള്ളൂ. കുറച്ച് നേരം നമ്മൾ ഇവിടെ തന്നെ കാണും. അങ്ങനെ എല്ലാ സൈഡും ഒന്ന് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഈ ചേട്ടൻ്റെ കട കണ്ടത്. ഇവിടുത്തെ മാങ്ങയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തോന്നിയത്. മാങ്ങയും പൈനാപ്പിളും കഴിച്ചു ഗൈസ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. അതേപോലെ ചേട്ടൻ ഒരു സർബത്ത് ഉണ്ടായിരുന്നു. അത് ചേട്ടൻ അവിടുത്തെ സ്പെഷ്യലാണെന്ന് പക്ഷെ കുടിച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്ര ഇഷ്ടമായില്ല ഗൈസ്. എന്നാലും ആ ടോപ്പിങ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. നല്ല കുഴപ്പമില്ലാത്തൊരു നല്ലൊരു കട തന്നെയായിരുന്നു കിട്ടിയത്.
അവിടെ നിന്ന് മാങ്ങയൊക്കെ കഴിച്ച് ഒരറ്റത്ത് പോയി നടന്ന് പതുക്കെ തിരിച്ചിങ്ങനെ നടന്ന് വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സ്പേസ് ശ്രദ്ധിക്കുന്നത് ഗൈസ്. എല്ലാവരും ഇവിടെയാണ് ഗ്യാദർ ചെയ്യുന്നത്. കണ്ടില്ല, ഐ ലവ് കോഴിക്കോട് എന്നൊക്കെ എഴുതി വെച്ചിട്ട് ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റി. എല്ലാവരും ഗ്യാദർ ചെയ്യുന്ന ഒരു ഏരിയ, എല്ലാവരും നടക്കാൻ വരുന്നു. ഇവിടെയാണ് ഹാപ്പനിങ് പ്ലേസ് എന്ന് മനസ്സിലാക്കാൻ പറ്റി ഗൈസ്. അതിന് ഇവിടെയും കുറച്ച് നേരം ഞാൻ എങ്ങനെ സ്പെൻഡ് ചെയ്ത് നിന്നു. നല്ലൊരു ഫീലായിരുന്നു ഇവിടെ നിന്നപ്പോൾ, നല്ലൊരു വൈബ് കിട്ടി ഗൈസ്. അത് കഴിഞ്ഞ് ബീച്ചിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആ ചേട്ടൻ യൂഷ്വലി പറഞ്ഞ പോലെ തന്നെ നമ്മളെ നല്ലൊരു ഹോട്ടൽ കൊണ്ടാക്കി ഗൈസ്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചത് റോഡ് ക്രോസ് ചെയ്ത് കൊടുത്തിട്ട് 100 മീറ്റർ അപ്പുറത്ത് പോയ സ്റ്റാൻഡാണ്. അപ്പം നമ്മുടെ ബസ് 8 മണിക്കായിരുന്നു ഗൈസ്. അപ്പം നേരെ നീ എങ്ങോട്ട് പോവുക, ബസ് കയറുക എന്നാണ് നമ്മുടെ പ്ലാൻ. അതിൻ്റെ ഇടയ്ക്ക് 2-3 കടയൊക്കെ കണ്ടു. അവിടെയൊക്കെ കയറി ഒന്ന് കറങ്ങി അടിച്ച് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ സ്റ്റാൻഡിലെത്തി. ഇന്നലത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞാൽ ഒന്ന് പാകം വയ്യാണ്ടായി ഗൈസ്. ഇപ്പോൾ ടോട്ടലി ക്ഷീണമായി. നൈറ്റ് എനിക്ക് ഒന്നിനും സമയം കിട്ടിയില്ല. വന്ന കിടന്നുറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ രാവിലെ എൻ്റെ പ്ലാൻ ഓർത്തത് തന്നെ ഔട്ടർ എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ തന്നെ ഉച്ചയ്ക്ക് ഔട്ടർ എടുക്കാമെന്ന് വിചാരിച്ചത്. ഔട്ടർ എടുക്കാനാണ് ഗൈസ്. ഇപ്പോഴാണ് ഏറ്റത്. സോ നമ്മുടെ ഒരു വീഡിയോ അടിപൊളിയായി പോയി എന്ന് തന്നെ വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇന്നലത്തെ കോഴിക്കോട് വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.